സന്തോഷം. കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ട ഭയങ്കര സന്തോഷം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു പൂർണ്ണ സന്തോഷം പറഞ്ഞെങ്കിൽ ബാക്കിയുള്ള റിവ്യൂസ് ഒക്കെ കേട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ എനിക്കൊരു നല്ല ഹാപ്പിനെസ് വരത്തുള്ളൂ. ഒരു ഷോ മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും റിവ്യൂ ഒക്കെ പറഞ്ഞു സമയം എടുക്കും. വലിയൊരു റിലീസിന്റെ ഓളത്തിനിടയിൽ നിൽക്കുകയാണ്. അതെ, ജനനായകൻ. അതെ, നമുക്ക് ആ പടത്തെ ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ചെറിയ ബഡ്ജറ്റിലുള്ള കുഞ്ഞൊരു മൂവിയാണ്, ചെറിയ കാസ്റ്റ് ആണ്. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ദൈവത്തിന്റെ എല്ലാം നോക്കാം. ഒരുപാട് പേര് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പോലത്തെ പ്ലാറ്റ്ഫോമുകൾ വഴി ഒരുപാട് പേര് സിനിമകളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പൊ ജോമോൻ തന്നെ ഇപ്പൊ ഒരു നായകനായിട്ട് സിനിമയിലേക്ക് കൂടുതൽ സജീവമാകുന്നു. തീർച്ചയായിട്ടും ഇനി കണ്ടന്റുകൾ കുറയുമോ അതോ? ഇല്ല, കണ്ടന്റ് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞോട്ട് എനിക്ക് ഈ പറഞ്ഞ എല്ലാം തന്നത് സോഷ്യൽ മീഡിയ. അപ്പൊ ഒരിക്കലും സോഷ്യൽ മീഡിയ ഒഴിവാക്കി മാറ്റാൻ പറ്റത്തില്ലല്ലോ. വീഡിയോസ് ചെയ്യും, പിന്നെ സിനിമകൾ ഇനി വരുവാണെങ്കിൽ സിനിമകൾ ചെയ്യും. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈഫ് അങ്ങോട്ടാ പോകുന്ന ആർക്കൊന്നും അറിയത്തില്ല. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഒരവസരം തരിക, പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ ചെറിയ ആൾക്കാരാണ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഗോകുലത്തിന്റെ ചെറിയൊരു മൂവിയുണ്ട്. അപ്പൊ അല്ല, അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഗണപതിയുടെ പടം കണ്ടിറങ്ങിയതിന്റെ ടെൻഷനിലാണ്. ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നത്. അപ്പൊ പടം കണ്ടിറങ്ങിയപ്പോ എല്ലാരും ടെൻഷനോ ഭയങ്കര ടെൻഷൻ. ഇവിടെ പ്രൊഡ്യൂസറിനേക്കാളും ഡയറക്ടറേക്കാളും ടെൻഷൻ എനിക്കാണ്. നെഞ്ചിപ്പൊന്നും ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അനന്തരവനെ കൊണ്ടുപോകില്ലേ? ഉണ്ട്, ദേ ഇരിക്കുന്നു. അവൻ എന്നെക്കാളും വലിപ്പം വലിയ. അതാ ടീഷർട്ട് ചെക്ക് ഷർട്ട്. അവൻ ആ പടത്തില് കല്യാണ പോഷൻ കുറെ ഭാഗം കട്ടാക്കി. അപ്പൊ അതിന് കട്ടായി പോയി. എന്താ പ്രേക്ഷകരോട് പറയാനുള്ള? പ്രേക്ഷകരോട് ഇതൊരു ചെറിയ സിനിമയാണ്. അങ്ങനെ വലിയ ആളുകളൊന്നും ഇല്ല. ചെറിയ ബഡ്ജറ്റിലുള്ള പടമാണ്. കോമഡി ഹൊറർ ത്രില്ലറാണ്. അപ്പോ കണ്ടാസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. അത്രേ ഉള്ളൂ. സൂപ്പർ ഹീറോ സിനിമയിലും സൂപ്പർ ഹീറോ ആണോ? അല്ല, ഇതിൽ ഞാൻ വില്ലനാണ്. പടം എല്ലാവരും കണ്ടു നോക്കുക. കാരണം ഒരുപാട് നല്ല 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 അടിപൊളി സാധനങ്ങളുണ്ട്. ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു നല്ലൊരു പടം. പ്രതീക്ഷകളൊന്നും വയ്ക്കാതെ വന്ന് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് പ്രതീക്ഷകൾക്കപ്പുറം നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും. മ്യൂസിക് ആയിരുന്നാലും എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹൊററാണ്, ഇപ്പോൾ അറിയാലോ. അപ്പൊ അതിനൊരു മ്യൂസിക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പറയാൻ പുതിയ പ്രൊജക്ട് എന്തെങ്കിലും വരാനുണ്ടോ? ഇല്ല, ഇത് വന്നതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഞാൻ. അപ്പൊ അങ്ങനെ കണ്ടന്റ് ഒക്കെ വിട്ട് ക്രിക്കറ്റിലൊക്കെ തോന്നുന്നു. അതെ, ക്രിക്കറ്റ് അല്ല, കണ്ടന്റ് എല്ലാം ഓരോ കൊണ്ടുപോകും. കണ്ടന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടേ പോകുള്ളൂ. എന്നിട്ട് എഡിറ്ററിനെ ഏൽപ്പിക്കും. അപ്പൊ അപ്പൊ ഈ കേരള പ്രീമിയർ ലീഗ് പോലുള്ള ലീഗുകളിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? അത് നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടും. അത് നമ്മൾ തെളിയിക്കണം. എന്റെ കോച്ച് ഉണ്ട് ട്രിവാൻഡ്രം റോയൽസിൽ. എന്റെ കോച്ച് അജീഷ്. കണ്ടന്റ് കൂടുതൽ ആളുകൾക്ക് ഈ സ്പോർട്സിലോട്ടൊക്കെ വരാനുള്ള ഒരു പ്രചോദനമാകുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാര് ക്രിക്കറ്റില് എല്ലാരും കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രൊഫഷണൽ സൈഡും കൂടെ നിങ്ങൾ ആ കണ്ടന്റുകളിലൂടെ പറയുന്നുണ്ട്. ഒരു പ്രൊഫഷണലിസം എങ്ങനെയാണ് ബോളിന്റെ കാര്യത്തിലൊക്കെ ആയാലും വെറൈറ്റികൾ കാര്യങ്ങളൊക്കെ? അല്ല, അത് ഇപ്പം പേഴ്സണലി ഞാനിപ്പോ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് പേഴ്സണലി കുറെ ആൾക്കാർ, ഇപ്പൊ എന്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തന്നിട്ട്. അപ്പോൾ കുറെ ആൾക്കാരുടെ വൈഫ് സിസ്റ്റേഴ്സ് ഒക്കെ ചോദിച്ചാൽ ബാറ്റ് എവിടെ നിന്ന് എനിക്ക് ഇതരം ഗിഫ്റ്റ് കൊടുക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കണം. അപ്പൊ അതൊക്കെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കുറെ ആൾക്കാരുടെ റീല് കാണാറുണ്ട്. വൈഫ് ഹസ്ബൻഡിന് ബാറ്റൊക്കെ മേടിച്ചത്. അതൊക്കെ തന്നെ ഒരു ഹസ്ബൻഡിന് ആവശ്യമായിട്ടുള്ള സംഭവം. അത് അത്ര ഹാപ്പി ആവും. ക്രിക്കറ്റിനോടുള്ള ആളുകളുടെ ഒരു അപ്രോച്ച് ചെറുതായിട്ടെങ്കിലും നിങ്ങളെ കൊണ്ട്, അതായത് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ട്. മറ്റേ പഴയ മടല് മാറ്റി കളിക്കുന്നതിനപ്പുറത്ത് ഇതിനകത്ത് ഇങ്ങനെ പ്രൊഫഷണൽ സൈഡുകൾ ഉണ്ട്. ഇപ്പൊ ബോളുകളുടെ വേരിയന്റുകളായാലും പിച്ചിന്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അല്ല, അതിപ്പം നമുക്കിപ്പോ ടെന്നീസിലെ കളിക്കുന്ന ആൾക്കാർക്ക് മാത്രം കളിക്കുന്നവർക്ക് ചിലപ്പോൾ ലെതർ ബോളിൽ കളിക്കുന്ന സാധനം പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരും ആ ടെന്നീസ് ബോളിൽ കളിക്കുന്ന അതേ സാധനം ഇവിടെ നോക്കണം. കാരണം ഇവിടെ കുറെ ടെക്നിക്സ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ലെതർ ബോളിൽ സമയത്ത് എനിക്ക് ഒരുപാട് ആൾക്കാർ അപ്പോഴേ എനിക്ക് മനസ്സിലായില്ലേ, ഇങ്ങനെയല്ല, നമുക്ക് കുറെ ടെക്നിക്ക് വൈസ് നമ്മൾ കറക്റ്റ് ആക്കണം, ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് പോസിറ്റീവായിട്ട് നമ്മളത് പഠിച്ചു. അങ്ങനെ ക്രിക്കറ്റിൽ ആരാ ഫേവറേറ്റ് പ്ലെയർ? എനിക്ക് ഹാർദിക് പാണ്ഡ്യയാണ് ഇഷ്ടം. പക്ഷെ ബാറ്റ്സ്മാൻ ആണല്ലോ. ഹാർദിക് പാണ്ഡ്യ ബാറ്റ്സ്മാൻ, ഓൾറൗണ്ടർ അല്ലേ? ഞാൻ ആണ് എങ്കിൽ പോലും ബാറ്റ്സ്മാനിലാണെന്നുണ്ടെങ്കിൽ കോഹ്ലി. ഹാർദിക് പാണ്ഡ്യ അതെ, അതാണെങ്കിൽ പോലും കൂടുതലും ബോളിംഗിലാണല്ലോ പുള്ളി.
അപ്പൊ എല്ലാരും പടം കാണുക. രണ്ട് കരിയർ അടിപൊളിയായിട്ട് പോട്ടെ. ഓ താങ്ക് യു ബ്രോ, താങ്ക് യു. പടം കഴിഞ്ഞ് എന്താ പടം നല്ല ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഈ പടത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷം. കാരണം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൂടെ റീൽസ് ഒക്കെ ചെയ്ത് വൈറലായ 3 ചെറുപ്പക്കാരാണ് ഇതിലെ താരങ്ങൾ. അവരെന്നേ ഉള്ളൂ പടത്തിൽ. അതിന് പുറമെ ഞാനും സജിനുമാണ് ഈ പടത്തിലെ 2 കഥാപാത്രങ്ങളായിട്ട്. ഇതൊരു നല്ലൊരു മൂവി, കോമഡിയും ഹൊററും ഒരുമിച്ച് ഡയറക്ടറെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഈസ് നോട്ട് എ മലയാളി, ഈസ് എ തെലുങ്കിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ സിനിമ അത്ര മനോഹരമടിച്ച് തെലുങ്കിലും ഈ സിനിമ റീമേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു ക്ലൈമാക്സും, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സും ആ സിനിമയിലേക്ക് ഉണ്ട്. ഈ മഹാരാജ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഇന്റർവെൽ വരെയൊക്കെ ശരിക്കും ഹോസ്റ്റലുണ്ട്. ഇന്റർവെല്ലിന് ശേഷം ശരിക്കും കട മാറി. പിന്നെ മൊത്തം വാഗമണിലാണ്. ആ കാടും ഒക്കെ വളരെ ഭംഗിയായിട്ട് ക്യാമറയിൽ പകർത്തി. പുതിയ പിള്ളേരെ കണ്ടുണ്ട്. പുതിയ പിള്ളേരെ ഗംഭീരം. ഞാൻ അവരോട് അഭിനയിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നെ കണ്ടപ്പോൾ. നല്ല കഴിവുള്ളവർ. ഇപ്പൊ ഇക്കയായാലും ഇതിനകത്ത് നായകന്മാരായിട്ടുള്ള അഭിനയം. ഇപ്പൊ ഇക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നത്, മിമിക്രി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്നത്, പിള്ളേര് റീൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്. തീർച്ചയായിട്ടും രണ്ടുപേരും വ്യത്യസ്ത 2 മേഖലയിൽ നിന്നാണല്ലോ. അപ്പം ഈ പുതിയ പിള്ളേർക്ക് കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി അതൊക്കെ ഇപ്പൊ ഈ കാലം മാറുന്നതിന്റെ ഒരു കാര്യമാണ്. ഞാനൊക്കെ 30 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഒരാളാണ്. ഇവരൊക്കെ 2 വർഷം കൊണ്ട് 2-3 വർഷം കൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും ആളുകളുടെ മനസ്സിൽ സ്ഥാനം വെച്ചത്. ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം ഞാനൊന്നും താരാവുന്ന കാലത്ത് മൊബൈൽ ഫോണും പോകുന്നില്ലേ. ഇപ്പോഴാണ് ഞങ്ങളൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് സജീവമാവുന്നത്. പക്ഷെ ഇവരൊക്കെ പറഞ്ഞു വീഴുമ്പോഴേ ഇവരുടെ കയ്യിൽ മൊബൈലാണ്. അപ്പൊ അവർക്ക് അതിന് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നവരാണ്. പലരും പറയും നമ്മുടെ നാട്ടിൽ അവസരങ്ങളില്ല. സത്യത്തിൽ അവസരങ്ങളുടെ ഒരു പെരുമത തന്നെയാണ്. ഇല്ല, ഇനി ഇങ്ങനെയുള്ള പിള്ളേരെ വെച്ചിട്ടാണ് ഇപ്പൊ വാഴ എന്നുള്ള സിനിമ കണ്ടില്ലേ, അതും ഇങ്ങനെയുള്ള താരങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പൊ ജോമോൻ ഇപ്പൊ നായകനായിട്ട് ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അവരെ, കാരണം അവർക്ക് വ്യൂവേഴ്സ് ഉണ്ട്. അവർ പോയിരിക്കുന്ന പ്രൊമോഷന് പോയ കോളേജുകളിലൊക്കെ പിള്ളേര് അവരെ ഇളകി മറിയാണ് അവരെ കാണുന്നത്. ആ പിള്ളേർ തന്നെ വന്ന് സിനിമ കണ്ടാ സിനിമയിൽ ചോദിച്ചു. അതാണ്. എന്തായാലും ഈ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് മൊഴിമാറ്റമായിരിക്കും ഉണ്ടാവും, അതോ റീമേക്ക് ആയിരിക്കും? ഓക്കെ, സന്തോഷം. എന്റെ ലീഡായിട്ടുള്ള ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ ഇതിനകത്തെ എല്ലാവരും തന്നെ ആദ്യമായിട്ട് അഭിനയിക്കുന്നവരും ഡയറക്ടറിന്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പം എല്ലാവരും അവരുടെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ടോന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് ആസ്വദിച്ച് ചെറുതായിട്ട് നന്നായിട്ട് പേടിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു മൂവിയാണിത്. എല്ലാവരും ഒന്ന് കാണണം. എങ്ങനെയായിരുന്നു ഇത്? ഫസ്റ്റ് മൂവിയാണോ? ലീഡായിട്ടുള്ള ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് മൂവിയാണ്. അതെ, ഷോർട്സിന് വഴി ഇതില് കാസ്റ്റ് ആയത്. ഫസ്റ്റ് മൂവിയിലേക്ക് വന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിൽ? എല്ലാരും വന്നപ്പോ ഒരു എക്സൈറ്റ്മെന്റും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളങ്ങനെ പെർഫോം ചെയ്തെന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്ത് വെച്ച് ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. എന്നാലും നമുക്ക് അടുത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു.